ഋഷി ശിവകുമാർ, വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന സിനിമയുടെ സംവിധായകൻ. അതെ അതെ. അതിനു മുമ്പ് എസ് കുമാർ എന്ന ക്യാമറാമാൻ്റെ കൂടെ അസിസ്റ്റൻ്റാണ്, അസോസിയേറ്റ് ആണ്? അസിസ്റ്റൻ്റ്. അപ്പോൾ ക്യാമറ വിഭാഗത്തിലുണ്ടായിരുന്ന താങ്കൾ എന്ത് ധൈര്യത്തിലാണ് സംവിധാന മേഖലയിലേക്ക് കടക്കാനായിട്ട് കടന്നത്? ആ ധൈര്യം അങ്ങ് ഏറ്റെടുത്തു. അതിന് മുന്നേ നമ്മൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷനൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളിൽ, ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ ഞാനും നമ്മുടെ കോറേറ്ററായിട്ടുള്ള പോളും ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം, എസ് കുമാർ സാറിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്തും നമ്മൾ സാറിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യും, പിന്നെ വീണ്ടും വന്നിരുന്ന് ഈ പരിപാടി ചെയ്യും. അങ്ങനെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇച്ചാൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനും സൂരജും കൂടെ ആദ്യം ഇച്ചാൻ്റെ അടുത്ത് വന്നു. നമ്മളീ പറഞ്ഞ പോലെ പെട്ടിയും സ്പീക്കറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കഥ പറയാൻ വന്നത്. ഇച്ചാൻ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന് പറഞ്ഞ സിനിമ ഇമ്മീഡിയറ്റ്ലി ചെയ്യാമെന്ന് ഇച്ചാൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2 പയ്യന്മാരും വന്ന് പറഞ്ഞു. അപ്പം അത് ചെയ്യാനുള്ള വിശ്വാസം, ഇമ്മീഡിയറ്റ്ലി അത് എസ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ. അപ്പോൾ പുതുമുഖ സംവിധായകനായ ഋഷി, അതായത് നിങ്ങൾ, പിന്നെ പുതുമുഖ സംഗീത സംവിധായകനായ സൂരജ്, നിങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നു, എൻ്റെ അടുത്ത് കഥ പറയുന്നു. ഞാൻ അപ്പോൾ തന്നെ ശരി നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു. ഞാൻ അപ്പോൾ തന്നെ ചെയ്യാം എന്ന് സമ്മതിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചായിരുന്നു? ഒരിക്കലും ഇല്ല. ശരി, അപ്പോഴല്ല, ഇനി കുറച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ സമ്മതിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചായിരുന്നു? ഒരു ചെറിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, നല്ല 100% കോൺഫിഡൻസ് ഇല്ല. ഈ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്നുള്ള പേര് കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ? വള്ളിയും തെറ്റി നന്നായിട്ട് നേരിട്ടിട്ടുണ്ട്. ഇതെന്തോന്ന് പേരുടെയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ സ്ക്രാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കഥ പറയാനൊക്കെ പല സ്ഥലത്തും ചെല്ലുന്ന സമയത്ത് എന്താ പടത്തിൻ്റെ പേര്, അതിനും വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്തെന്ന് അതിന് പറഞ്ഞു, അല്ല വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി, ഇത് എന്ത് സിനിമയാണ് എന്നൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ ആദ്യം ടൈറ്റിൽ പറഞ്ഞായിരുന്നു, അതോ കഥ ഫുള്ള് പറഞ്ഞു കഴിഞ്ഞിട്ടാണോ എൻ്റെ അടുത്ത് ടൈറ്റിൽ പറഞ്ഞത്? അല്ല, ആദ്യം ടൈറ്റിൽ പറഞ്ഞു. നമ്മൾ ആദ്യം ആ പോസ്റ്റർ കാണിക്കായിരുന്നു, വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. ഓക്കെ. അപ്പോൾ അതിൽ എൻ്റെ അടുത്ത് ആൽവിൻ, നമ്മുടെ പ്രൊഡ്യൂസർ ആൽവിൻ്റെ മകൻ ആൽവിനാണ് പറയുന്നത്, ഇങ്ങനെ ഒരു ഋഷി, നമ്മുടെ പുള്ളിക്ക് കുമാർജിയുടെ കൂടെ ഉണ്ടായിരുന്ന ഋഷി ഒരു കഥ പറയാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ നല്ലൊരു കഥയാണ്, രസമുണ്ട്, ഒരു ചേഞ്ചുണ്ട്, കേട്ടു നോക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് വാ എന്ന് പറയുന്നത്. അത് ഭയങ്കര കോമഡിയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇച്ചാനെ സമീപിക്കണം, ഇച്ചാൻ്റെ അടുത്ത് കഥ പറയണം എന്നൊക്കെയുള്ളൊരു പ്ലാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം ആൽവിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ പറഞ്ഞാൽ, നീ ഇച്ചാൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് കാര്യം പറയും, കഥയുണ്ട് എന്നുള്ള സംഭവം പറയും. പറയടാ. പിന്നെന്താ, അതിൻ്റെ പേരിൽ കൊക്കോട്രിയുടെ കഥ അറിയത്തില്ലേ, അതിൻ്റെ പേരിൽ കൊക്കോട്രിയിൽ വരെ കയറി ഇറങ്ങി നമ്മൾ അവസാനം നിൽക്കുന്നു. അപ്പോൾ ഇച്ചാനെ ഞാൻ മെസ്സേജ് അയക്കുന്നു. അപ്പം ഇച്ചാൻ പറഞ്ഞു, ഋഷി ഒരാഴ്ച കഴിയും, കാരണം എന്തോ ബിസിനസ് പരിപാടിയായിട്ടും ഫാമിലി കുറച്ച് ഇതൊക്കെ ആയിട്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കേൾക്കാം എന്ന് ഇച്ചാൻ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ ഇച്ചാൻ ലേറ്റ് ആവും ഇനിയിപ്പം. അപ്പോൾ ഞാൻ സൂരജനെ വിളിച്ച് പറഞ്ഞു, ലേറ്റ് ആവും എന്ന് പറഞ്ഞു. പക്ഷേ സെക്കൻഡ് ഡേയിൽ ഇച്ചാൻ്റെ മെസ്സേജ് വരികയാണ്, നമുക്ക് നാളെ, എനിക്കൊന്ന് 1-ാം തീയതി ആണെന്ന് തോന്നുന്നു, ഓഗസ്റ്റ് 1-ാം തീയതി നമുക്ക് രാവിലെ 9 മണിക്ക് ഇരിക്കാമെന്ന് ഇമ്മീഡിയറ്റ്ലി മെസ്സേജ് വരികയായിരുന്നു. അങ്ങനെയാണ് ഇമ്മീഡിയറ്റ്ലി കാറൊക്കെ എടുത്ത് ചാടി ഞാനും സൂരജും കൂടെ ഒറ്റ പിടിയിലായിരുന്നു. എനിക്ക് തോന്നുന്നൊരു 4 മണിക്കൂറോളം ഉണ്ടായിരുന്നില്ല കഥ പറച്ചിൽ അല്ലേ? നമ്മൾ രാവിലെ 9 മണിക്ക് തുടങ്ങി, ഏകദേശം ഉച്ചയായപ്പോൾ കഥ കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും പാട്ടും അതിൻ്റെ സ്ക്രാച്ച് ടീസറും എല്ലാം ആയിട്ട് വൈകുന്നേരം 5 മണിയായപ്പോഴാണ് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഏകദേശം ഒരു ഫുൾ ഡേ കഥയും പാട്ടും കച്ചേരിയൊക്കെ ആയിട്ട് നമ്മളിരുന്നു. അല്ല, ശരിക്കും ഈ പാട്ടൊക്കെ ആയിട്ട് വന്ന സമയത്ത് ചെയ്യാൻ തോന്നിയോ, ഉമ്മാരിത് എന്തേ കാണിക്കുന്നതെന്ന് തോന്നി? അല്ലേ, എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. കാരണം പുതിയ ആൾക്കാരാണ്. ക്യാമറ സെക്ഷനിൽ ഉണ്ടായിരുന്ന ഒരാൾ ഡയറക്ടറായിട്ട് വരാൻ പോകുന്നു. അധികം സിനിമകളിലും വർക്ക് ചെയ്തിട്ടില്ല. സൂരജ് പുതിയൊരാൾ. അപ്പം എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ കഥ പറയാനായിട്ട് വരുന്നു. ആദ്യം തന്നെ മറ്റേ സ്പീക്കറും സംഭവങ്ങളൊക്കെ എടുത്ത് തുറന്ന് മലത്തി വയ്ക്കുന്നു. സ്ക്രിപ്റ്റിങ്ങിനെ തുറക്കുന്നു, കഥ പറയാൻ തുടങ്ങുന്നു. കഥ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പതുക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ വരുന്നു. കുറച്ച് കഴിയുമ്പോൾ സോങ്ങിൻ്റെ സംഭവങ്ങൾ വരുമ്പോൾ വിഷ്വൽ പറയുന്നതിനോടൊപ്പം തന്നെ സോങ് പ്ലേ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി, എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ഒരു ഫീല് കിട്ടിയിട്ടുണ്ട്. എനിക്കപ്പോൾ ഒരു ഓർമ്മ വരുന്നത്, അന്ന് നമ്മൾ കഥ പറഞ്ഞിട്ടിരുന്ന സമയത്ത് ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മിച്ചാൻ്റെ ഒരു കോള് വന്നു. മിച്ചാൻ നേരെ റൂമിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഞാൻ സൂരജും കൂടെ വർക്കൗട്ടാവോ അപ്പോൾ അതിന് സൂരജ് ആയിട്ടുണ്ടാവുമോ
അപ്പോഴേക്കും പെട്ടെന്ന് നമ്മൾ അതിന് മുന്നേ കുറേ വർക്കുകൾ, അതായത് ഹനുമാൻ, ഇച്ചാനെ ഹനുമാൻ്റെ വേഷവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മേക്ക് ഓവർ ഒക്കെ ചെയ്ത് തന്നായിരുന്നു സ്ക്രാച്ച്. അപ്പോൾ ഇച്ചാൻ അതും എടുത്തുകൊണ്ടാണ് അകത്തേക്ക് പോയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇമ്മീഡിയറ്റ്ലി പ്രിയ ചേച്ചിയുടെ ഒരു ചിരി എന്ന് പറഞ്ഞ് ഭയങ്കര ചിരി. ഞങ്ങളൊരു ദൈവമേ, ഇത് പണിയാണോ അതോ എന്തിനായിരുന്നു ആ ചിരി എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അതിനുള്ളിൽ എന്താ നടന്നത്? അതായത് ഞാൻ പ്രിയോട് പറഞ്ഞിങ്ങനെ പുതിയ 2 പയ്യന്മാർ വന്നിട്ടുണ്ട്, ഒരു റൊമാൻറ്റിക് പടമാണ്. അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ ഏറ്റവും നല്ല റൊമാൻറ്റിക് വേഷമായിരിക്കും, അപ്പിയറൻസ് ആണ് ഇതിൽ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഹനുമാൻ്റെ വേഷം കാണിക്കുന്നത്. അപ്പോൾ അതിലാണ് അവൾ ചിരിച്ചത്. അത് കഴിഞ്ഞിട്ട് പ്രിയയും പറഞ്ഞു ആദ്യമായിട്ടാണ് ഇത്രയും ഒരു സമയം ഒരു കഥ കേൾക്കാനായിട്ട് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഭക്ഷണമൊക്കെ തന്നായിരുന്നേ. തന്നായിരുന്നു. അപ്പം വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. ശരിക്കും ഈ പേര് പറയുമ്പോൾ സിനിമയിൽ അറിയാമല്ലോ കുറേ അന്ധവിശ്വാസങ്ങളും അങ്ങനെയുള്ള കുറേ തെറ്റിദ്ധാരണകളും വിദ്യാധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി, മൊത്തം തെറ്റായിട്ടുള്ളൊരു പേര് ഇടുമ്പോൾ എപ്പോഴെങ്കിലും വിചാരിച്ചായിരുന്നു ഈ പേരൊരു ചിലപ്പോൾ ഒരു ബാധ്യതയായിട്ട് വരും എന്നുള്ളത്? ബാധ്യതയായിട്ട് വരും എന്നുള്ളത് ചെറിയ തെറ്റലുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് നന്നാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പം അതൊരു തെറ്റാണ്. അത് തെറ്റല്ല. അപ്പോൾ ലക്ഷ്മി ഒന്ന് നോട്ട് ചെയ്തോളൂ. അത് തെറ്റാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ മദറിലോ പറഞ്ഞു, അവള് മദറിനോട് അടുത്ത് പറഞ്ഞു പടത്തിൻ്റെ പേര് വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. ദൈവം, ഇതെന്ത് പേരാണ്, വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി, എല്ലാം തെറ്റും, ഇത് ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അത് വർക്കൗട്ട് ആവും എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു അന്ധവിശ്വാസം എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് പൊതുവെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ശരിക്കും എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ് ഓർഡിനറി എന്ന് പറയുന്ന സിനിമ. ഓർഡിനറി എന്ന് പറഞ്ഞാൽ വളരെ സാധാരണ. അപ്പോൾ ആൾക്കാർ ഒരു ഓർഡിനറി പടം, ഒരു സാധാരണ പടം എന്ന രീതിയിൽ പറഞ്ഞ ആൾക്കാരുണ്ട്. പേര് മാറ്റണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പം ഓർഡിനറിക്ക് വരെ സൂപ്പർ ഫാസ്റ്റ് എന്നോ ലൈറ്റ്നിങ് എക്സ്പ്രസ് എന്നോ ഒക്കെ ഇട്ടുവിടും. അപ്പോൾ കുറച്ചും കൂടെ ഭയങ്കര സംഭവമാണല്ലോ. അപ്പം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ടൈറ്റിൽ, ഒരു പേര് എന്താണ്, അതിപ്പം പേരിലല്ല, കഥയിൽ അല്ലെങ്കിൽ സിനിമയിലാണ് അതിൻ്റെ സ്റ്റഫ് ഇരിക്കുന്നത്. എനിക്ക് അതിൽ ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി, വേണമെങ്കിൽ നമുക്ക് മാറ്റാമായിരുന്നൊരു പേര്, പക്ഷെ അത് ആ സിനിമയ്ക്ക് ആപ്റ്റ് ആയതുകൊണ്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നു. അത് ഇതുവരെ തെറ്റിയിട്ടില്ല എന്നാണ്. അല്ല, വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി നമ്മുടെ സിനിമയുടെ ഉള്ളൊരു കണക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു അക്ഷരം എഴുതുന്ന സമയത്ത് അതിൻ്റെ വള്ളിയോ പുള്ളിയോ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്ഷരം തെറ്റും. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിലും സംഭവിക്കാറുണ്ടല്ലോ പല കാര്യങ്ങളും, ഒട്ടും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും കടന്നു വരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ കഥാപാത്രങ്ങൾക്കും സിനിമയിൽ സംഭവിക്കുന്നത്.